വെയിലത്ത് തെങ്ങ് വെക്കാനവർക്കുള്ള മറുപടിയാണ്. തെങ്ങ് വെക്കുകയൊക്കെ ചെയ്യാം. ഇത് ഇപ്പോൾ വെച്ചതല്ല, മഴ മാറിയ സമയത്ത് വെച്ചതാണ്. ആ സമയത്തൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം എടുക്കാൻ അങ്ങനെ കച്ചനറ്റൊക്കെ കയറ്റി കൊടുത്താൽ ട്രിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നാരകം ലാവൊക്കെ ഉണ്ട്, നല്ല ഉഷാറായിട്ട് വെക്കുന്നത്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇതേപോലെ ഒരു ചേച്ചീൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ലാവ് വെക്കുന്നത്. പുള്ളിക്കാരി അതിൻ്റെ മണ്ണെല്ലാം തട്ടിക്കുളഞ്ഞിട്ട് ഒരു റോസിൻ്റെ തൈയൊക്കെ വെക്കുന്ന പോലെ അങ്ങനെയൊക്കെ പ്ലാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ലാവും ഉണ്ടാവില്ല, ഒരു മാങ്ങയും കാണില്ല. കുറച്ച് തെങ്ങുണ്ട്, എല്ലാം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ വെച്ച്. പക്ഷെ ഇത് നട്ടതെല്ലാം പിടിച്ചൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ എന്തായിരുന്നാണെങ്കിൽ പേര പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മമാര് ചൂടാണ്. കടലിൽ നിന്ന് പറഞ്ഞ സ്ഥലം ഇല്ല. മാവൊക്കെ കണ്ടാൽ അറിയാം, അത്യാവശ്യം ഉഷാറുണ്ട്. പുതിയ തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ ഞങ്ങൾ കട്ട് ചെയ്തതല്ല, പുള്ളി തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ബ്രാഞ്ചായിട്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട്. അത് എല്ലാം തന്നെ പക്ഷേ ഈ മാവാണേലും ഉണ്ടോ വളർച്ച ഉണ്ടോ. നട്ടാൽ മാത്രം പോരാ, പുറകെ നടക്കണമെന്ന് പറയുന്നത് ചുമ്മാതെയല്ല. ഇവിടെ വേണ്ട, അല്ല അവിടെ പുറകിൽ കുറച്ചില്ലേ, ആ അബിയുവിൻ്റെ ഒക്കെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കും. അബിയൊക്കെ ഇല്ലേ, ആ പുറകിൽ അബിയൊക്കെ ഉണ്ടോ അതിൻ്റെ കളിക്ക്. ഇതിന് ആവശ്യത്തിന് ഞാൻ ഒഴിച്ചായിരുന്നു. ഈ മാവ് വേണ്ട, പൂത്തിട്ടുണ്ട്, പൂക്കുന്നതൊന്നും ശരിയല്ല. അതിൻ്റെ വളർച്ച ശ്രദ്ധിച്ചാൽ മതി. അത് ഈ മഴക്കാലം കഴിഞ്ഞിട്ട് വെച്ചാണ്. തെങ്ങ് റംബൂട്ടാൻ മാത്രമാണൊരു ചെറിയ തൈയായിരുന്നു. ഇവിടുത്തെ ചൂടിൻ്റെ കൂടെയാണ്. തെങ്ങ് പക്ഷേ ഓലയൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. മറ്റേ ഞാൻ പറയാം, ഓല തിരിഞ്ഞു വരുന്നുണ്ട്, കിരിക്കിരി പോലെ. പ്ലാവാണ് ഏറ്റവും നല്ല ഉഷാറായിട്ടുള്ളത് ഇവിടെ. ഈ 1, 2, 8 തെങ്ങുണ്ട്. ഈ സാധനം എല്ലായിടത്തും മുരടിച്ച് നിൽക്കുന്നതാണ്. ഇവിടെ അത്യാവശ്യം ഉഷാറാണ്. പേര് ഞാൻ മറന്നുപോയി. പിന്നെ അല്ലറ ചില്ലറ പേര ഇങ്ങനെയുള്ള ഐറ്റംസാണ്. ജസ്റ്റ് ഞങ്ങൾ മരുന്നടിക്കാൻ വേണ്ടി വന്നോ. എനിക്ക് മരുന്നടിച്ചില്ലെങ്കിൽ മാവിനൊക്കെ മറ്റേ പുഴുക്കേടുണ്ടാവും, അതിന് വേണ്ടി വന്നു. ഓക്കെ, വെച്ചാൽ പോരാ, എൻ്റെ പുറകെ പോകണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്.